ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു പപ്പടം കൊണ്ടുള്ള വെറൈറ്റി ആയാലോ. എപ്പോഴും നമ്മൾ ഓയിലിൽ പപ്പടം കാച്ചിയെടുക്കുകയാണല്ലോ ചെയ്യാറുള്ളത്. ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് ഒരു ചെറിയ വെറൈറ്റി ചെയ്ത് നോക്കാം പപ്പടത്തിൽ. ഇതിവിടെ എല്ലാവരും ചെയ്യണതാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ചെയ്യാറില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി ചെയ്യാറുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയൂ കേട്ടോ. പപ്പടം ഇതിൽ കാണുന്ന പോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് അരിയാൻ വയ്യെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് പൊട്ടിച്ചിട്ടാലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് കേടുകൂടാതിരിക്കും, തണുത്ത് പോവാതൊക്കെ ഇരിക്കും ചെയ്യും. നിങ്ങൾ സ്കൂളിൽ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് കൊടുത്തയച്ചാൽ മതിയേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പപ്പടം എടുത്തിട്ട് അതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പടമൊക്കെ കാച്ചിയെടുക്കണേ. ഇവിടെ പപ്പടം കാച്ചുക എന്നാണ് കേട്ടോ പറയുക. ചില സ്ഥലങ്ങളിൽ പപ്പടം വറുക്കുക എന്നായിരിക്കും പറയുക, പക്ഷെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ പറയുക. അപ്പോൾ എല്ലാ പപ്പടവും ഇതുപോലെ കാച്ചിയെടുത്തിട്ട് തരാം കേട്ടോ. അപ്പോൾ അതേ പപ്പടമൊക്കെ ഇതുപോലെ കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങൾ ഒരു 8 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ അത്രയും ചെറിയുള്ളിയും, പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഉണക്കമുളകും കൂടി ചതച്ചെടുക്കണേ. ഈ പപ്പടം കാച്ചിയ എണ്ണയിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി മുരിഞ്ഞ് വന്ന ഉള്ളിയിലേക്ക് നമ്മുടെ പപ്പടം കാച്ചി വെച്ചത് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് പൊടിഞ്ഞൊന്നും പോകരുതേ, പതിയെ ഇളക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ബാച്ച് ആയിട്ടിട്ട് എല്ലാ പപ്പടവും കൂട്ടി ചേർത്ത ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി അതിൽ വിതറി കൊടുക്കേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടത്തിൻ്റെ റെസിപ്പി. ഇതുപോലെ ചെയ്യാറുള്ളവർ കമൻറ്റ് ചെയ്യൂ, ഇല്ലാത്തവരൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ 2 ആഴ്ചയിൽ മേലെ പോവും. പിന്നെ വെള്ളമൊന്നും ആവരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ എരിവിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ എടുക്കണം മുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ പപ്പടം ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാൻ പോവാം. ഇന്ന് കഴിക്കാനായിട്ട് പപ്പടവും പിന്നെ കൂൺ കറിയും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ട്. അപ്പം എല്ലാം നമുക്ക് കാണാം. ഇന്ന് എനിക്ക് കഴിക്കാൻ ഇതൊക്കെയാണ് കേട്ടോ. ഈ കൂൺ കറിയുടെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.